എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയലിന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ പറ്റിയ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മൊബൈലിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അതിൽ കിട്ടുന്നതാണ്. പിന്നെ ഞാനിവിടെ ചെറിയൊരു വള എടുത്തിട്ടുണ്ട്. പിന്നെ തെർമോക്കോളിൽ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ക്രിസ്മസ് ട്രീയിൽ ഇടാൻ പറ്റിയ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ സ്പോഞ്ചിലേക്ക് ഒരു സ്റ്റാറിൻ്റെ രീതിയിൽ ഞാൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ സ്പോഞ്ചിൽ തന്നെ ചെയ്യണമെന്നില്ല. തെർമോക്കോൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സ്പോഞ്ച് ഉള്ളതുകൊണ്ട് അതെടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്പോഞ്ചും തെർമോക്കോളും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പേപ്പറില്ലേ, വെള്ള പേപ്പർ, അതിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ അധികം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാറിലേക്ക് ഇനി ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗിൽറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് കളറിലെ ഗിൽറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഷ്ടപ്പാടാണെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ, അതിൽ ഇതുപോലെ സ്റ്റാറായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്തെടുക്കണം. ഇതുപോലെ പല ഗിൽറ്റുകൾ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബാക്കിയുള്ള എക്സസ് എമൗണ്ട് നമുക്ക് ഇതുപോലെ തട്ടിക്കളയാം. അതിനുശേഷം ബാക്ക് സൈഡിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗിൽറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളവ ഇതുപോലെ തട്ടിക്കളയാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഇതുപോലെ നമുക്ക് കുറേ അധികം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 3-4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തെർമോക്കോൾ ബോളിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗിൽറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പല കളേഴ്സിലുള്ള ഗിൽറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കണം. പല കളേഴ്സ് ചേരുമ്പോഴേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഫുൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാ വശത്തും എത്തിക്കുക. അങ്ങനെ നമ്മൾ കുറേ അധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആവാൻ വെക്കാം. ഇനി ഞാനിവിടെ ഒരു വളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് 4 മടക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വള ഫുള്ളൊന്ന് ചുറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണുകയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് വുളൻ ത്രെഡ് ചുറ്റിയെടുക്കണം. അപ്പോൾ ഈ സെയിം വുളൻ ത്രെഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ അവൈലബിൾ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വള അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് പേപ്പർ ഇല്ലേ, അതിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം വുളൻ ത്രെഡ് ചുറ്റി കൊടുത്താൽ മതി.
അങ്ങനെ നമ്മൾ ഫുള്ള് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ട്രീയിൽ ഹാങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാങ്ങർ വേണമല്ലോ. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഹാങ്ങർ കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം 2 വശത്തോടെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് വീണ്ടും ഒരു കെട്ടിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തെർമോക്കോൾ ബോൾസ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബോൾസ് ഓരോന്നായിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സെയിം കളർ ബോൾസ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ക്രാഫ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ഈ റിംഗ് ഫുള്ളൊന്ന് തെർമോക്കോൾ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ അധികം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് എല്ലാം മെറ്റീരിയൽസും നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ സ്റ്റാർസിലും ഒക്കെ കൂടെ കുറച്ച് വുളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്രാഫ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ ഞാൻ തന്നെ ചെയ്ത ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ഇത്തവണ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പിക്ചറും ഞാനിതിൽ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അധികം ചിലവുകളൊന്നുമില്ല. നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാനുള്ള സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിക്കാൻ പോയാൽ ഭയങ്കര ക്യാഷ് ആവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ. ഇതാണ് ഞാനുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.